ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സിൻ്റെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീഡിയോസും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണുക. നമ്മളടുത്ത ഹെന്ന എലമെൻ്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫ്ലോറൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ ഡിസൈനിലും ആവശ്യം വരുന്ന ഒരു എലമെൻ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് മാത്രം ജസ്റ്റ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡിസൈൻസ് പഠിക്കുമ്പോഴും അതിലെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറൽസ് നമുക്ക് പഠിച്ചു പോവാം. ആദ്യം തന്നെ നമ്മുടെ സ്പൈറൽ ഫ്ലവർ ആണ്. നമ്മളിത് സ്പൈറൽ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഈ ഹംസ് കൊടുത്തിട്ട് ചെയ്യുന്ന ഈ ഫ്ലവറിനാണ് സ്പൈറൽ ഫ്ലവർ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണിത്. ഇനി ഈ സ്പൈറൽ ഫ്ലവർ തന്നെ നമുക്ക് വേറൊരു ഫ്ലവറാക്കി മാറ്റാം. ആദ്യം സ്പൈറൽ വരയ്ക്കുക, ഹംസ് കൊടുക്കുക, ഹംസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഡോട്ട്സ് കൊടുക്കുക. ചുറ്റും ഇതുപോലെ ഡോട്ട്സ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ഇതേപോലെ സ്പൈറൽ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഹംസ് കൊടുക്കുക. ഇനി നമ്മൾ വൈൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചില്ല വൈൻസ്. ഇതേപോലെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ വൈൻസ് വരച്ചു കൊടുക്കുക. സ്പൈറൽ ഫ്ലവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഗ്രിഡ്സിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇപ്പോൾ ബ്രൈഡൽ ഡിസൈൻസൊക്കെ ചെയ്യുമ്പം അതിലൊക്കെ ഒരുപാട് സ്പൈറൽ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ഫ്ലവർ നോക്കാം. ഇത് വന്നിട്ട് നമ്മൾ പഠിച്ചില്ല ഫ്രിൽസ് കൊടുത്തിട്ട് ചെയ്യുന്നൊരു ഫ്ലവറാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം സ്പൈറൽ വരച്ചു, ഹംസ് കൊടുക്കുക, ചുറ്റും ഇതുപോലെ ഹംസ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ ഇങ്ങനെ ഫ്രിൽസ് വരയ്ക്കുക എന്നുള്ളത്. അതിന് മുകളിൽ ഇതുപോലെ കുറച്ചും കൂടി സൈസ് കൂട്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു സി ഷേപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിന് ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഫ്ലവർ വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ച ലീവ്സ് ഉണ്ടല്ലോ, 2 ലീവ്സ് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് 2 ലീഫിലും ഇതുപോലെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇങ്ങനൊരു സംഭവം കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു വൈൻ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഈ ലീഫ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ബേബി ഫ്ലവർ എന്ന് പറയും. ബേബി ഫ്ലവേഴ്സ് നമുക്ക് ഈ അറബിക് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അടുത്തത് വന്നിട്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇതും അറബിക് ഡിസൈനിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. നല്ല എളുപ്പമായിട്ട് വരയ്ക്കാം. സ്പൈറൽ വരച്ചിട്ട് അതിന് ചുറ്റും ഇതുപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കുക.
അടുത്ത നമ്മൾ ലോട്ടസ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോ ഫ്ലവർ ഒരു പ്രാവശ്യം കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഇത് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ലോട്ടസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇതളിൻ്റെ താഴെയായിട്ട് വേണം അടുത്ത ഇതൾ വരയ്ക്കാനായിട്ട്. അപ്പോഴാണ് ഭംഗി ഉണ്ടാവുക. പിന്നെ എൻഡിൽ ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ലോട്ടസ് വരയ്ക്കുക. നമ്മൾ അറബിക് ഡിസൈനിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവറാണിത്. നമ്മൾ ലോട്ടസിന് വരയ്ക്കുന്ന പോലെ 3 ഇതളുകൾ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ റൗണ്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതുപോലെ ഇതിനൊരു 5 പെറ്റൽസ് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഇതിന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഞാനിപ്പം ഷെയ്ഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വരച്ചതാണ്. നിങ്ങൾ വരയ്ക്കുമ്പം ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത ഫ്ലവർ നോക്കാം. അടുത്തത് കുറച്ച് ബോൾഡായിട്ടുള്ള ഫ്ലവറാണ്. ആദ്യം സ്പൈറൽ വരച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ബോൾഡാക്കി കൊടുക്കുക. 2 ലെയർ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ബോൾഡാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ ബോൾഡാക്കാൻ പറ്റാത്തവർ മുകളിൽ ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുക, എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക ഒന്നും കൂടിയും. അടുത്ത നമ്മൾ ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമ്മളിത് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിൽ 3 പെറ്റൽസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ ബാക്കി 2 പെറ്റൽസ് വരയ്ക്കുക. നമ്മൾ ചെമ്പരത്തിക്കൊക്കെ കാണുന്ന പോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഡോട്ട്സും കൂടെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മളിത് ഷെയ്ഡ് ചെയ്യുന്നതിനാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഹിബിസ്കസ് എപ്പോഴും ഷെയ്ഡിങ് നല്ല വൃത്തിക്ക് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.